السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഉസ്താദന്മാരെ, അതുപോലെ തന്നെ വിധി നിർണയിക്കുന്ന വിധികർത്താക്കളെ, അതുപോലെ തന്നെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ഇതുപോലെ അവന്റെ സുവലോക സ്വർഗത്തിൽ നമ്മളെയും ഒരുമിച്ച് തരുമാറാവട്ടെ. ഇന്ന് ഈ സുന്ദര മുഹൂർത്തത്തിൽ നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്, ഇക്കാലഘട്ടത്തെ ഒരു മനുഷ്യന്റെ ജീവിതം ഡിജിറ്റലായി വരുമ്പോൾ അവന്റെ ഈമാനിന്റെ അവസ്ഥ എന്താകുമെന്നതിനെ കുറിച്ചാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ കാലം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾക്ക് ഒരു ഭക്ഷണം കഴിക്കാൻ തോന്നിയാൽ നമ്മൾക്ക് പുറത്തു പോയി ഹോട്ടലിൽ പോകേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഫോണിലൂടെ ഒരു ക്ലിക്ക് ചെയ്താൽ ഭക്ഷണം നമ്മളുടെ മുമ്പിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു വണ്ടി വേണം എന്നായാൽ ഒരു ഫോണിലൂടെ ഒരു ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു വണ്ടി എത്തുകയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് നല്ല നല്ല അറിവുകൾ നേടാൻ വേണ്ടി നമ്മൾക്ക് പുസ്തകങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ തേടിപ്പോകേണ്ട ആവശ്യമില്ല. എല്ലാം ഒരൊറ്റ ക്ലിക്കിൽ തന്നെ നമ്മൾക്ക് നമ്മളുടെ മുമ്പിൽ എല്ലാ അറിവുകളും എത്തിച്ചേരുകയാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ ജീവിതം എല്ലാം ഒരു ഡിജിറ്റലായി മാറുകയാണ്. എല്ലാ കാര്യങ്ങളും ഡിജിറ്റലായി ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ നമ്മളുടെ ജീവിതം ഡിജിറ്റലായി പോകുമ്പോൾ നമ്മളുടെ ഈമാനിന്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മൾ എപ്പോ നോക്കിയാലും ഫോണിൽ ഓൺലൈനിലൂടെയാണ്. പക്ഷെ നമ്മൾ അള്ളാഹുവിന്റെ അടുക്കളോ ഓഫ്ലൈനായി മാറുകയാണ്. അള്ളാഹു ഈമാൻ തന്ന് സലാമത്താക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ജീവിതം ഡിജിറ്റൽ ആകുന്നത് തെറ്റാണെന്നല്ല. ജീവിതം ഡിജിറ്റൽ ആയിക്കോട്ടെ, പക്ഷെ നമ്മളുടെ ഈമാൻ അതെപ്പോഴും നമ്മളുടെ മനസ്സിൽ ഉറച്ചു നിൽക്കേണ്ടതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാൻ അവനിക്കുള്ള ഐഡന്റിറ്റിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ അത് അതേ രൂപത്തിൽ ചെയ്യേണ്ടത് അത് ഒരു മുസ്ലിമിന്റെ ഒരു അടിമയുടെ കടമയാണ്. ഖുർആൻ ഓതണം എന്ന് പറഞ്ഞാൽ അത് മുസ്ഹഫിലേക്ക് നോക്കിയിട്ട് ഖുർആൻ ഓതണം. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെയാണ്? തൊട്ടടുത്ത് മുസ്ഹഫ് ഉണ്ടായാൽ പോലും മുസ്ഹഫ് നോക്കലില്ല. എന്തുകൊണ്ട്? ഫോണിലൂടെ ഖുർആനിന്റെ ആപ്പ് ഉണ്ട്. പണ്ടൊക്കെ നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് മുമ്പേ തന്നെ പോകും. പക്ഷെ ഇപ്പോഴോ നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ഫോണിലൂടെ ഒരു അല്ലാഹു അക്ബർ എന്നൊരു റിംഗ് ടോൺ. ജീവിതം മൊത്തം ഇങ്ങനെ ഡിജിറ്റലായി പോവുകയാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമികപരമായിട്ടുള്ള റീൽസുകളും പോസ്റ്റുകളും എല്ലാം ഇടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ചെയ്യുന്ന പോസ്റ്റും ചെയ്യുന്ന റീൽസും അതിൽ ഇസ്ലാമിൽ പറയുന്ന കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ സ്വന്തം നഫ്സിനോട് ചോദിക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ അവൻ ചെയ്യുന്ന കാര്യം തന്നെ അവൻ ചെയ്യാറുണ്ടോ ആ കാര്യം എന്നതിനെ കുറിച്ച് അവൻ തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല 5 വഖ്ത് നിസ്കാരം നമ്മൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഇസ്ലാമിലൂടെ നമ്മൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുമുണ്ട്. ഒരു മനുഷ്യൻ അവസാനം ആഖിറത്തിലേക്ക് എത്തിയാൽ വിജയിക്കുന്നത് അവന്റെ ജീവിതം നോക്കിയിട്ടല്ല, അവൻ എങ്ങനെയാണ് നടന്നത്, അവൻ ചന്തമുണ്ടായിരുന്നോ എന്ന് നോക്കിയിട്ടല്ല, അവൻ സന്താനങ്ങൾ ഉണ്ടാക്കിനോ എന്ന് നോക്കിയിട്ടല്ല. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂന ഇല്ലാ മൻ അതാ അല്ലാഹു ബിഖൽബിൻ സലീം. ആഖിറത്തിൽ ഒരാൾ എത്തിയാൽ അവൻ ദാനധർമ്മം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവൻ കുറെ സന്താനങ്ങളാക്കിയിട്ടുണ്ടോ എന്ന് അല്ലാഹു തആല നോക്കുകയില്ല. മറിച്ച് അല്ലാഹു തആല നോക്കുന്നത് അവന്റെ ഖൽബിലേക്കാണ്.
അതുപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അലാ വ ഇന്ന ഫീ ജസദി മുദാഫതൻ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബു. നമ്മുടെ ശരീരത്തിൽ ഒരു മാംസമുണ്ട്. ആ മാംസത്തിലേക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് മൊത്തമായി അങ്ങ് കറുത്തു പോകും. അതുപോലെ തന്നെ ആ മാംസത്തെ നമ്മൾ അതിൽ നിന്ന് സൂക്ഷിച്ചാൽ അത് നല്ല രൂപത്തിൽ നിൽക്കുമെന്ന്. അതായത് അത് ഉദ്ദേശിച്ചത് കൽബിനേക്കാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ നിർത്തുകയാണ്. ഇപ്പോഴത്തെ ഈ ഡിജിറ്റൽ കാലത്ത് അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ജീവിതം നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഡിജിറ്റലായി ജീവിക്കുന്നതിൽ പ്രശ്നമില്ല, പക്ഷേ ഈമാൻ അത് വെർച്വലായി പോകാതെ നാം നോക്കണം. ഈമാൻ നമ്മൾ നിന്ന് ഊരിപ്പോകാതെ നമ്മൾ നോക്കണം. ഈമാനിനെ നാം മുറുകെ പിടിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അത്തരത്തിൽ ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ ജീവിതം ഇനി ഡിജിറ്റൽ ആയാൽ തന്നെ അള്ളാഹുവിനോട് നാം ഓഫ്ലൈൻ ആകാൻ പാടില്ല. നമ്മൾ ഫ്രീ ആകുന്ന സമയത്തൊക്കെ നമ്മൾ സ്വന്തം ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനോട് മുനാജാത്ത് ചെയ്യേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.